പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ ഓരോരുത്തരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് കടക്കുന്നത്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷനാണ്. ഡയറക്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ജനറൽ ഗൈഡ് ലൈൻസ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസാണ്. മാനേജർമാർ ഡയറക്റ്റിംഗ് പെർഫോം ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യേണ്ട ചില ജനറൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ചില പൊതുനിർദ്ദേശങ്ങളാണ് ഇവിടെ തത്വങ്ങളായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. മാനേജ്മെൻറ്റ് തത്വങ്ങൾ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. 2ാമത്തെ പാഠത്തിൽ വിശദമായിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ചർച്ച ചെയ്യുകയുണ്ടായി. മാനേജർമാരുടെ തിങ്കിങ്ങിനെയും ആക്ഷൻസിനെയും ഗൈഡ് ചെയ്യുന്ന റൂൾസാണവ. അപ്പോൾ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോൾ ഏതൊക്കെ തത്വങ്ങളാണ് ഒബ്സർവ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏറെ കോംപ്ലക്സ് ആയിട്ടുള്ള, ഏറെ സങ്കീർണമായിട്ടുള്ളൊരു കർത്തവ്യമാണ്. കാരണം ഇത് ഹ്യൂമൻ ബീങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കർത്തവ്യമാണ്. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീങ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്റ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ പഠിച്ചപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ഈസ് ക്ലോസ്ലി ഓർ ഡയറക്റ്റ്ലി റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ആ ഹ്യൂമൻ എലമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഏത് സ്ഥാപനത്തിലാണെങ്കിലും അവിടെ ഓരോ ഇൻഡിവിജ്വൽസും, അവിടുത്തെ ജീവനക്കാർക്ക് ചില സാഹചര്യബന്ധിതമായ പ്രത്യേകതകളുണ്ടാവും. ഓരോ വ്യക്തിയും യുണീക്കാണ്. അവരുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ, പെരുമാറ്റ രീതികൾ, ആറ്റിറ്റ്യൂഡ്, അതോടൊപ്പം തന്നെ സ്ഥാപനത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ, ഇവയെല്ലാം പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഡയറക്റ്റിംഗ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മാനേജർ ഡയറക്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആരായുമ്പോൾ അവിടെയുള്ള ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രത്യേകത, അവിടെയുള്ള ജീവനക്കാരുടെ പ്രത്യേകതകൾ ആരായേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ഹ്യൂമൻ ബീങ്സും യുണീക്കായതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റ രീതികളും അവരുടെ ആറ്റിറ്റ്യൂഡും അതോടൊപ്പം തന്നെ അവരുടെ വർക്കിനോടുള്ള സമീപനവുമൊക്കെ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഡയറക്റ്റിംഗ് ടെക്നിക്സ് പലപ്പോഴും അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മാനേജർമാർ ഡയറക്റ്റിംഗ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഈ പൊതുനിർദ്ദേശങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഡയറക്റ്റിംഗ് നിർവഹിക്കുമ്പോൾ മാനേജർമാർ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും 8 പ്രിൻസിപ്പിൾസാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അബൌട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ ഓർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. So the first principle of directing is maximum individual contribution. According to this principle says that directing helps the employees to contribute their maximum effort. ഇപ്പോൾ ഡയറക്റ്റിങ്ങിലൂടെ ശ്രമിക്കേണ്ടത് മാനേജർമാർ കീഴ് ജീവനക്കാരിൽ നിന്ന് മാക്സിമം എഫേർട്ട് ലഭിക്കത്തക്ക രീതിയിലാണ്. അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ എബിലിറ്റീസ് അതിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതിയിൽ വേണം മോട്ടിവേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ഡയറക്ഷൻ ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം, ഡയറക്റ്റിങ്ങിൻ്റെ ഒരു മേജർ എലമെൻ്റാണ് മോട്ടിവേഷൻ. മാനേജർമാർ മോട്ടിവേഷൻ ടെക്നിക്സ് സെലക്ട് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും പരമാവധി എഫേർട്ട്, അവരുടെ ഹാർഡ് വർക്ക് സ്ഥാപനത്തിലേക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള മോട്ടിവേഷൻ ടെക്നിക്സ് വേണം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ കീഴ് ജീവനക്കാരുടെ കേപ്പബിലിറ്റീസും എബിലിറ്റീസും അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള
ഡയറക്ഷൻ ടെക്നിക്സ് വേണം മാനേജർമാർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓൾവേസ് ദ direction technique should aim at utilizing the maximum capacity or the capabilities of each and every employees in the organization. ഇപ്പോൾ മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്ന രീതിയിൽ വേണം ഡയറക്ഷൻ ടെക്നിക്സ് മാനേജർമാർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. Thereby the directive helps the employees to contribute their maximum effort to the organization. നമുക്കറിയാം, ജീവനക്കാരുടെ മാക്സിമം എഫേർട്ടിലൂടെ മാത്രമേ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ അനായാസം നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ജീവനക്കാരിൽ നിന്നും ഏറ്റവും മാക്സിമം ലഭിക്കത്തക്ക രീതിയിലുള്ള ഡയറക്ഷൻ ടെക്നിക്സ് വേണം മാനേജർമാർ മേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദ ഫസ്റ്റ് ഡയറക്റ്റിംഗ് പ്രിൻസിപ്പിൾ ഈസ് maximum individual contribution. Then secondly, the second principle is harmony of objectives. ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു ഹാർമണി നിർബന്ധമായിട്ടും മാനേജർമാർ പാലിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡിവിജ്വൽസാണ് വർക്ക് ചെയ്യുന്നത് ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് എ കോമൺ ഗോൾ. സ്ഥാപനത്തിൻ്റേതായിട്ടുള്ളൊരു പൊതു ലക്ഷ്യമുണ്ട്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഒരു താല്പര്യം മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ വ്യക്തികളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. വ്യക്തികൾക്ക് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്വകാര്യ താല്പര്യങ്ങൾ, വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും. പലപ്പോഴും ജീവനക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യവും കോൺഫ്ലിക്റ്റ് ആകാറുണ്ട്, അല്ലെങ്കിൽ അവിടെ വൈരുദ്ധ്യം കാണാറുണ്ട്. ഉദാഹരണമായിട്ട്, ജീവനക്കാർ കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ കൂലി ലഭിക്കുക എന്നുള്ള, അല്ലെങ്കിൽ കൂടുതൽ വേതനം ലഭിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ വ്യക്തിപരമായ താല്പര്യം. എന്നാൽ പൊതു താല്പര്യമെന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യമെന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാം ഇവ തമ്മിൽ കോൺട്രാഡിക്ഷൻ ഉണ്ട്. കൂടുതൽ വേതനം ലഭിക്കുക എന്നുള്ള ജീവനക്കാരുടെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യവും എന്നാൽ ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ള സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യവും തമ്മിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ ഇത്തരം വ്യക്തിപരമായ താല്പര്യങ്ങളെയും പൊതു താല്പര്യങ്ങളെയും കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുവേണം മാനേജർമാർ ഡയറക്ഷൻ ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. So directing helps to remove the conflict between employees' objectives and the organization objectives. സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യങ്ങളും അവിടുത്തെ ജീവനക്കാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതെ വേണം അവിടെ ഒരു മാനേജർ തീരുമാനങ്ങൾ എടുക്കാൻ. എന്നാൽ നമ്മൾ പഠിക്കുകയുണ്ടായി, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്നുള്ള ഹെൻറി ഫയോളിൻ്റെ തത്വം. അവിടെ എപ്പോഴെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ, പൊതു താല്പര്യവും വ്യക്തി താല്പര്യവും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ, കോൺട്രാഡിക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ പൊതു താല്പര്യത്തിന് മുൻഗണന കൊടുക്കണം. എന്നാൽ രണ്ടും തമ്മിൽ ഹാർമോണൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശമാണ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സിൽ ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. മാനേജർ ഡയറക്റ്റിംഗ് കർത്തവ്യം നിർവഹിക്കുമ്പോൾ അവിടെ വ്യക്തിപരമായ താല്പര്യങ്ങളും സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യവും തമ്മിൽ പരസ്പര പൂരകമായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മളിവിടെ കണ്ടു, കൂടുതൽ വേതനം ജീവനക്കാർ ആവശ്യപ്പെടുന്നു, അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. എന്നാൽ സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യം മാക്സിമം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ അവ തമ്മിൽ പരസ്പര പൂരകമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു മാനേജർ ഡയറക്റ്റിംഗ് ടെക്നിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവനക്കാരെ എളുപ്പത്തിൽ മോട്ടിവേറ്റ് ചെയ്യാൻ അവർക്ക് ഹയർ റെമ്യൂണറേഷനും മറ്റ് അലവൻസുകളും കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ അത് ബിസിനസ്സിൻ്റെ ലാഭത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ള ചിന്ത മാനേജർമാർക്ക് ആവശ്യമില്ല.
ഇവ രണ്ടും പരസ്പര പൂരകമാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം ഉയർന്ന വേതനവും അല്ലെങ്കിൽ ഹയർ റിവാർഡ് നൽകുന്നതിലൂടെ ജീവനക്കാർ മോട്ടിവേറ്റഡ് ആകുകയും അവർ സ്ഥാപനത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി നമുക്ക് ലഭിക്കുകയും അതിലൂടെ ഹയർ പ്രോഫിറ്റ്സിലേക്ക് സ്ഥാപനം മാറുകയും ചെയ്യും. അപ്പോൾ സാലറിയും എഫിഷ്യൻസിയും എന്ന് പറയുന്നത് പരസ്പര പൂരകമാണ്. കാരണം ഉയർന്ന ശമ്പളം ലഭിക്കുന്നതോട് കൂടിയിട്ട് ജീവനക്കാർ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുകയും കഠിനാധ്വാനം ചെയ്യുകയും ആ രീതിയിൽ അവർ മോട്ടിവേറ്റഡ് ആയിട്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നടക്കുകയും അതേ സമയത്ത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ലഭിക്കുകയും ചെയ്യുമ്പോൾ ലാഭകരമായിട്ട് പ്രവർത്തിക്കാൻ സ്ഥാപനത്തിന് കഴിയുന്നു. അതുകൊണ്ട് സാലറിയും എഫിഷ്യൻസിയും പരസ്പര പൂരകമാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സോ ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് അബൌട്ട് ദ യൂണിറ്റി ഓഫ് കമാൻഡ്. വി ഓൾ നോ അബൌട്ട് യൂണിറ്റി ഓഫ് കമാൻഡ്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഈ തത്വവും തീർച്ചയായിട്ടും ഡയറക്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വളരെ റെലവൻ്റ് ആണ്. വൈൽ ഗിവിംഗ് ഡയറക്ഷൻസ് ഓൾ സുപ്പീരിയേഴ്സ് മസ്റ്റ് ഫോളോ ദിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ അവിടെ ആജ്ഞാ ഐക്യം എന്ന് പറയുന്നത് ഡയറക്റ്റിങ്ങിന് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ നിർബന്ധമായിട്ടും മാനേജർമാർ പാലിക്കേണ്ട ഒന്നാണ്. നമുക്കറിയാം യൂണിറ്റി ഓഫ് കമാൻഡിൽ ആജ്ഞാ ഐക്യം എന്നുള്ള തത്വത്തിൽ പറയുന്നത് ഒരു കീഴുദ്യോഗസ്ഥന് തൊട്ടുമുകളിലായിട്ട് ഒറ്റയൊരു മേലുദ്യോഗസ്ഥനെ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്ന് മാത്രമേ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു കീഴ് ജീവനക്കാരന് തൊട്ടുമുകളിലായിട്ട് ഒരു മേലുദ്യോഗസ്ഥനെ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു കീഴ് ജീവനക്കാരന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഒരു മേലുദ്യോഗസ്ഥനായിരിക്കണം. ഒരിക്കലും ഡ്യുവൽ സബോർഡിനേഷൻ നല്ലതല്ല. ഒന്നിലധികം മേലുദ്യോഗസ്ഥർ ഒരേ സമയത്ത് നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവനക്കാർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അവിടെ ഡ്യൂപ്ലിക്കേഷൻ വർക്കിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ജീവനക്കാരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവനക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വേണ്ട ഡയറക്ഷൻ നൽകുമ്പോൾ അവിടെ ഒരു കീഴുദ്യോഗസ്ഥന് ഒറ്റൊരു മേലുദ്യോഗസ്ഥൻ മാത്രമേ പാടുള്ളൂ. ഒരു സബോർഡിനേറ്റിന് തൊട്ടുമുകളിലായിട്ട് ഒരു ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറെ അല്ലെങ്കിൽ സുപ്പീരിയറെ പാടുള്ളൂ എന്നുള്ള ആ യൂണിറ്റി ഓഫ് കമാൻഡ് പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഡയറക്റ്റിങ്ങിനെ സംബന്ധിച്ച് അവിടെ ഇൻസ്ട്രക്ഷൻസ് നൽകുമ്പോൾ ഒറ്റൊരു മേലുദ്യോഗസ്ഥൻ മാത്രമേ ഒരു കീഴുദ്യോഗസ്ഥന് നിർദ്ദേശങ്ങൾ ഒരു സമയത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ലീഡ് ടു കൺഫ്യൂഷൻ ടു ദ വർക്കേഴ്സ്. സോ ഡ്യുവൽ സബോർഡിനേഷൻ ഷുഡ് ബി റൂൾഡ് ഔട്ട്. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള തത്വം ഡയറക്റ്റിങ്ങിലും ഏറെ റെലവൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് അബൌട്ട് അപ്രോപ്രിയേറ്റ്നെസ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ ടെക്നിക്സ്, ഡയറക്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ തന്ത്രങ്ങൾ ആ സ്ഥാപനത്തിനും അവിടുത്തെ ജീവനക്കാർക്കും അനുയോജ്യമായിരിക്കണം, അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അപ്പോൾ അപ്രോപ്രിയേറ്റ് മോട്ടിവേഷൻ ഡയറക്റ്റിംഗ് ടെക്നിക്സ് മാത്രമേ ഒരു മാനേജർ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഒരു മാനേജർ ഡയറക്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അപ്രോപ്രിയേറ്റ് ടെക്നിക് ഓഫ് ഡയറക്ഷൻ ഷുഡ് ബി അഡോപ്റ്റഡ് ബൈ ദ സുപ്പീരിയേഴ്സ്. കാരണം ഓരോ സ്ഥാപനത്തിലെയും സാഹചര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കണം മാനേജർ. അവിടെയുള്ള ജീവനക്കാരുടെ പ്രത്യേകതകൾ തിരിച്ചറിയണം. കാരണം ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തരാണ്, യുണീക്കാണ്. ഓരോ ജീവനക്കാരൻ്റെയും പെരുമാറ്റ രീതികളും അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അവൻ്റെ ബിഹേവിയറും അവൻ്റെ സ്കില്ലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത്തരം പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡിങ് ദ ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ്, സ്ഥാപനത്തിൻ്റെ സാഹചര്യങ്ങളും അവിടുത്തെ ജീവനക്കാരുടെ പ്രത്യേകതകളും പരിഗണിച്ചിട്ട് വേണം ഇത്തരം മോട്ടിവേഷൻ ഡയറക്റ്റിംഗ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോണിറ്ററി ഇൻസെൻറ്റീവ്സും നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സും അഡോപ്റ്റ് ചെയ്യാറുണ്ട്. പണപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകിച്ചും എന്താണ്, ലോവർ ലെവലിലുള്ള ജീവനക്കാർക്കാണ് കൂടുതൽ അഭികാമ്യം.
എന്നാൽ ഹയർ ലെവലിലുള്ള ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ആയിരിക്കും കൂടുതൽ നല്ലത്. പണപരമല്ലാത്ത പ്രമോഷൻ പോലെയുള്ള, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് റിവാർഡുകൾ, റെക്കഗ്നീഷൻ നൽകുക, അംഗീകാരവും അവാർഡുകളും ഒക്കെ നൽകി അവരെ മോട്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും, ഒരു സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാർക്കും ഒരേ തരത്തിലുള്ള മോട്ടിവേഷൻ ടെക്നിക്സ് ഫലപ്രദമാവില്ല. അപ്പോൾ അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ ടെക്നിക്സ് മാനേജർമാർ മേക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. അതാണ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്സിൽ പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ ടെക്നിക്സ് ആ സ്ഥാപനത്തിലെ ജീവനക്കാർക്കും അവിടുത്തെ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്ഥാപനത്തിൽ വിജയപ്രദമായിട്ട് നടപ്പിലാക്കിയ ടെക്നിക്സ് മറ്റൊരു സ്ഥാപനത്തിൽ ഫലം കണ്ടുവെന്ന് വരില്ല. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, അനുയോജ്യമായിട്ടുള്ള ഡയറക്ഷൻ ടെക്നിക്സ് വേണം അഡോപ്റ്റ് ചെയ്യാനെന്നാണ് ഈ തത്വം അനുശാസിക്കുന്നത്. ആൻഡ് ഫിഫ്ത്തില്, about the role of managerial communication. Better communication through all levels make direction effective. ഇഫക്റ്റീവ് ഡയറക്റ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. സ്ഥാപനത്തിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വളരെ ഡെവലപ്ഡ് ആയിരിക്കണം. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ ബെറ്റർ കമ്മ്യൂണിക്കേഷനാണ് എപ്പോഴും അനിവാര്യം. അപ്പോൾ ഡയറക്റ്റിംഗ് വിജയിക്കണമെങ്കിൽ കീഴ് ജീവനക്കാരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടക്കണം. സോ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഓൾ ലെവൽസ് മേക്ക് ദ ഡയറക്ഷൻ ഇഫക്റ്റീവ്. മാർഗനിർദ്ദേശം വിജയിക്കണമെങ്കിൽ, ഫലപ്രദമാകണമെങ്കിൽ അവിടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ല ആശയവിനിമയ സംവിധാന സ്ഥാപനത്തിൽ ഉണ്ടാവണം. കൃത്യമായിട്ട് കാര്യങ്ങൾ കീഴ് ജീവനക്കാരുമായിട്ട് പങ്കുവെച്ചെങ്കിൽ മാത്രമേ മേലുദ്യോഗസ്ഥൻ ആശയങ്ങൾ പങ്കുവെക്കുകയും അത് കീഴ് ജീവനക്കാർ മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ആശയവിനിമയം നടക്കുന്നുള്ളൂ. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കോമൺനെസ് ആവശ്യമാണ്. അതായത് ആശയം പങ്കുവെക്കുന്ന മേലുദ്യോഗസ്ഥൻ ഉദ്ദേശിച്ച അതേ അർത്ഥതലത്തിൽ തന്നെ കീഴ് ഉദ്യോഗസ്ഥർ അത് മനസ്സിലാക്കണം. കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് അവരുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യണം. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴുള്ള ഇടപെടലുകളിലൂടെ അല്ലെങ്കിൽ ആശയവിനിമയത്തിലൂടെ വ്യക്തത കൈവരിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ് ഡയറക്ഷനെ ഫലവത്താക്കി മാറ്റുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം, കൃത്യമായ ആശയവിനിമയം നടത്താത്തത് അവിടെ ഡയറക്ഷൻ ടെക്നിക്സിൻ്റെ ഫെയിലിയറിന് കാരണമാകും. വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമല്ല, അത് അവർ മനസ്സിലാക്കിയുവെന്ന് ഒരു ഫീഡ്ബാക്കിലൂടെ അല്ലെങ്കിൽ ഒരു റിപ്ലൈയിലൂടെ അവരുടെ റെസ്പോൺസിലൂടെ അത് ഉറപ്പുവരുത്തുകയും വേണം. എങ്കിൽ മാത്രമേ അവിടെ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാകുന്നുള്ളൂ. കേവലം നിർദ്ദേശങ്ങൾ നൽകുന്നതിലൂടെ ഉദ്യോഗസ്ഥൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയോ എന്ന് കീഴ് ജീവനക്കാരൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. അതുകൊണ്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാകണമെങ്കിൽ പ്രോപ്പർ റെസ്പോൺസ് അല്ലെങ്കിൽ കീഴ് ജീവനക്കാരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഉറപ്പാക്കണം. സോ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഓൾ ലെവൽസ് മേക്ക് ഡയറക്ഷൻ ഇഫക്റ്റീവ്. മാനേജറിയൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രസക്തി അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരുമായിട്ട് കാര്യങ്ങൾ യഥാസമയത്ത് പങ്കുവെക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ പ്രിൻസിപ്പിൾ ചർച്ച ചെയ്യുന്നത്. മാനേജറിയൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ആറാമത്തെ പ്രിൻസിപ്പിൾ, ഡയറക്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആറാമത്തെ പ്രിൻസിപ്പിൾ, യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ്. ഇൻഫോർമൽ ഓർഗനൈസേഷനെ ഫലവത്തായിട്ട് ഉപയോഗിക്കുന്നത് ഡയറക്റ്റിംഗ് അനായാസമാക്കുന്നു. മാനേജേഴ്സ് ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫോർ ഇഫക്റ്റീവ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് വിജയപ്രദമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻ സഹായകരമാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷനുകളെക്കുറിച്ച്, അനൗപചാരിക സംഘടനകളെക്കുറിച്ച് നമ്മൾ ഓർഗനൈസിങ് എന്നുള്ള പാഠത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ ജീവനക്കാരുടെ കൂട്ടായ്മയിലൂടെ രൂപീകൃതമാകുന്ന അവരുടെ സാമൂഹിക ഇടപെടലിലൂടെ, സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ഉടലെടുക്കുന്ന
ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനൗപചാരിക സംഘടനകളുടെ പിൻബലം തീർച്ചയായിട്ടും ഡയറക്റ്റിംഗ് ഫലവത്തായിട്ട് നടപ്പിലാക്കാം. ആശയവിനിമയം വേഗത്തിലാക്കുന്നതിനും കീഴ് ജീവനക്കാരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുമൊക്കെ ഇൻഫോർമൽ ഓർഗനൈസേഷനുകൾ സഹായകരമാണ്. അതുകൊണ്ട് ഡയറക്റ്റിംഗ് കൂടുതൽ ഫലവത്തായിട്ട് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ സപ്പോർട്ട് തേടാവുന്നതാണ്. മേലുദ്യോഗസ്ഥരും കീഴ് ജീവനക്കാരും തമ്മിലുള്ള നല്ല വ്യക്തിബന്ധം ഉടലെടുക്കുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷനിലൂടെയാണ്. അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതിലൂടെ വേഗത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ സപ്പോർട്ട് വലുതാണ്. സോ യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ will promote effective implementation of these directing techniques. Then ഏഴാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് റോൾ ഓഫ് ലീഡർഷിപ്പാണ്. ഓരോ മാനേജറും നല്ലൊരു ലീഡർ ആവണം. എ മാനേജർ ഷുഡ് ബി എ ഗുഡ് ലീഡർ എന്ന ആശയമാണ് ഈ ഡയറക്റ്റിംഗ് പ്രിൻസിപ്പിൾ ഷെയർ ചെയ്യുന്നത്. റോൾ ഓഫ് ലീഡർഷിപ്പ്, ഡയറക്റ്റിങ്ങിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ലീഡർഷിപ്പാണ്. ഈച്ച് ആൻഡ് എവറി മാനേജർ ഷുഡ് ബി എ ലീഡർ ടു ദർ സബോർഡിനേറ്റ്സ്. മാനേജർ ഷുഡ് എക്സസൈസ് ഇഫക്റ്റീവ് ലീഡർഷിപ്പ് വൈൽ ഡയറക്റ്റിംഗ് ദ സബോർഡിനേറ്റ്സ്. നമ്മൾ കാണുകയുണ്ടായ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ആണ്. എന്നാൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ, തൻ്റെ കീഴ് ജീവനക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ അവിടെ അവരുടെ കൂടെ നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ടതുണ്ട്. അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ കൂടെ നിന്ന് ജോലി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ആ ബിലോങ്ങിങ്നെസ്സിലൂടെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അവരെ ലീഡ് ചെയ്യുന്ന ഒരു മാനേജർ മാത്രമേ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഡയറക്റ്റിംഗ് എളുപ്പമാക്കി തീർക്കുന്നു. ഒരു ലീഡർക്ക് തൻ്റെ ഫോളോവേഴ്സിനെ, തൻ്റെ അനുയായികളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് പൊതുലക്ഷ്യത്തിലേക്ക് കർമ്മനിരതരാക്കാൻ കഴിയും. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യമാണ് ഈ തത്വം പങ്കുവെക്കുന്നത്. സോ മാനേജർ ഷുഡ് എക്സസൈസ് ഇഫക്റ്റീവ് ലീഡർഷിപ്പ് വൈൽ ഡയറക്റ്റിംഗ് ദ സബോർഡിനേറ്റ്സ്. അപ്പോൾ അവിടെ ഒരു മാനേജർ എന്ന് പറയുന്നത് തൻ്റെ സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം, നല്ലൊരു ലീഡർ ആയിരിക്കണം. ഒരു ലീഡർക്ക് മാത്രമേ തൻ്റെ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ പൊതുലക്ഷ്യത്തിലേക്ക് എല്ലാവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തരെയും എഫേർട്സ് അവിടെ ഉറപ്പുവരുത്താൻ ഒരു നല്ല ലീഡർക്ക് കഴിയും. സോ എ മാനേജർ ഷുഡ് ബി എ ഗുഡ് ലീഡർ. ആൻഡ് ലാസ്റ്റ്ലി the eighth principle is follow up. അനുധാവനം ചെയ്യുക. ഫോളോ അപ്പ് മസ്റ്റ് ബി ദർ ഇൻ ആൻ ഓർഗനൈസേഷൻ ടു എൻഷുവർ ദാറ്റ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ സ്ട്രിക്ട്ലി ഫോളോവഡ്. അപ്പോൾ കേവലം നിർദ്ദേശങ്ങൾ കൊടുക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നൽകൽ മാത്രമല്ല, ആ നിർദ്ദേശങ്ങൾ നൽകുന്നതിലൂടെ ഡയറക്റ്റിംഗ് പൂർത്തിയാകുന്നില്ല. ആ നിർദ്ദേശങ്ങൾ അവർ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഇടപെട്ടുകൊണ്ട് പരിശോധിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു സൂപ്പർവിഷൻ അവിടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റി അവിടെ ആവശ്യമുണ്ട്. നിർദ്ദേശങ്ങൾ നൽകി മാറി നിൽക്കുന്നയാളല്ല മാനേജർ. ആ നിർദ്ദേശങ്ങൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായോ എന്നും അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഇനി അവർ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൽ ഇടപെട്ടുകൊണ്ട് സമയാസമയത്ത് വേണ്ട പിന്തുണ കൊടുക്കേണ്ടതും ഒരു മാനേജറാണ്. അപ്പോൾ ആവശ്യമെങ്കിൽ മോഡിഫിക്കേഷൻസ്, ഭേദഗതികൾ വരുത്തി കാര്യങ്ങൾ നടപ്പിലാക്കാൻ അപ്പോൾ ഒരു മാനേജർക്ക് കഴിയും. അപ്പോൾ അവിടെ റിവ്യൂ, അതോടൊപ്പം തന്നെ മോഡിഫിക്കേഷൻ ഈ ഫോളോ അപ്പിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ മാനേജർമാരും നിർദ്ദേശങ്ങൾ കൊടുത്ത് മാറി നിൽക്കുകയല്ല വേണ്ടത്. അവിടെ ഫോളോ അപ്പ് ചെയ്യണം, ആ നിർദ്ദേശങ്ങളെ പിന്തുടരണം. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
നിർദ്ദേശിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ഇനി മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ, റിവ്യൂ ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ടൈമിൽ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ ആ നിർദ്ദേശങ്ങളെ പിന്തുടർന്നെങ്കിൽ മാത്രമേ ഡയറക്റ്റിംഗ് ഫലവത്താകൂ എന്നുള്ളതാണ് ഫോളോ അപ്പ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 8 ഡയറക്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. ഫസ്റ്റ് വൺ ഈസ് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. കീഴ് ജീവനക്കാരുടെ കേപ്പബിലിറ്റീസ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് മാക്സിമം കോൺട്രിബ്യൂഷൻ കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. സെക്കൻഡ്ലി, ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സും സ്ഥാപനത്തിൻ്റെ കോമൺ ഒബ്ജക്റ്റീവ്സ് തമ്മിലൊരു ഹാർമണി അനുരഞ്ജിപ്പിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. മൂന്നാമതായി, യൂണിറ്റി ഓഫ് കമാൻഡ് ഫോളോ ചെയ്യണം. നാലാമതായി, അപ്രോപ്രിയേറ്റ്നെസ് ഉണ്ടാവണം. ഒരു മാനേജർ ഉപയോഗിക്കുന്ന ഡയറക്ഷൻ ടെക്നിക്സ് ഏറ്റവും അനുയായിരിക്കണം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ജീവനക്കാർക്കും ആ സ്ഥാപനത്തിലെ സാഹചര്യങ്ങൾക്കും അനുഗുണമായിട്ടുള്ള തന്ത്രങ്ങൾ വേണം പ്രയോഗിക്കാൻ. ദെൻ മാനേജറിയൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യമാണ്. ദെൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ എ മാനേജർ ഷുഡ് ബി എ ഗുഡ് ലീഡർ, റോൾ ഓഫ് ലീഡർഷിപ്പ്. ആൻഡ് ഫൈനലി, ഫോളോ അപ്പ് ആക്ടിവിറ്റി, ഫോളോ അപ്പ് ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയാണ്. മോഡിഫിക്കേഷൻസ് ഇൻവോൾവ് ചെയ്തുകൊണ്ട് മോഡിഫൈ ചെയ്ത് റിവ്യൂ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ്. സോ ദീസ് ഓൾ ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് ഫലവത്തായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ഒരു മാനേജർ ഒബ്സർവ് ചെയ്യേണ്ട, ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ജനറൽ ഗൈഡ് ലൈൻസ് ആണിവ. ദെൻ നെക്സ്റ്റ് വി ഷാൾ ഡിസ്കസ് അബൌട്ട് ദ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഈ ചാപ്റ്ററിൽ നമ്മൾ തുടർന്ന് ഡയറക്റ്റിങ്ങിൻ്റെ 4 പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ആണ് ചർച്ച ചെയ്യുന്നത്. ഡയറക്റ്റിങ്ങിന് 4 പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ആണുള്ളത്. വി ഓൾ നോ സൂപ്പർവിഷൻ, സെക്കൻഡ്ലി മോട്ടിവേഷൻ, തേർഡ്ലി ലീഡർഷിപ്പ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. These 4 are the 4 elements of directing function of management. ഡയറക്റ്റിങ്ങിൻ്റെ 4 പ്രധാനപ്പെട്ട എലമെൻറ്റ്സ്. ഈ ഓരോ എലമെൻറ്റുമായിരിക്കും നമ്മൾ തുടർന്ന് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ ദ 4 elements of directing function of management. We shall discuss these 4 elements in detail in the coming videos. Supervision, motivation, communication and leadership. The 4 elements of directing function of management. തുടർന്നുള്ള വീഡിയോയിൽ ഇവ ഓരോന്നും നമുക്ക് വിശദമായിട്ട് കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.